ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജിത്ത്. എല്ലാവരും സുഖമായിരിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വണ്ണം കുറയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഡയറ്റും വർക്കൗട്ടൊന്നും ഒരാഴ്ച കൂടുതൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ മറ്റുള്ളവരുടെ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ കണ്ട് വല്ലാതെ മോട്ടിവേറ്റഡ് ആവാറുണ്ട്, വല്ലാതെ ഇൻസ്പയർ ആവാറുണ്ട്. ആ ഒരു ചൂടിൽ അങ്ങ് വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഒരു 3-4 ദിവസം അങ്ങേയറ്റം പോയിട്ടുണ്ട്, ഒരാഴ്ച. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊന്നും കൊണ്ടു നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഫുഡ് കണ്ടാൽ എൻ്റെ കൺട്രോൾ പോകും എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 83 കിലോ ആയിരുന്നു. ഇന്നത്തെ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 60 കിലോയാണ്. അതായത് ഞാൻ ഭയങ്കര സന്തോഷത്തോടെയും ഭയങ്കര പ്രൗഡായിട്ടും പറയുന്ന കാര്യമാണ് ഞാൻ 23 kgs കുറച്ചു എന്നുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ജേർണി അത്ര എളുപ്പമായിരുന്നു, ഒരു കേക്ക് വാക്ക് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്നൊരു ദിവസം ഞാൻ ആ തീരുമാനം എടുക്കുന്നു, അതായത് വണ്ണം കുറയ്ക്കണം എന്നൊരു തീരുമാനം എടുക്കുന്നു, എന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട്, ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട്, ഭയങ്കര ഡെഡിക്കേഷനോട് കൂടിയാണ് ഈ ജേർണി ചെയ്തതെന്നൊക്കെ തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ മീറ്റ് ചെയ്ത അത്രയും ഫെയിലിയേഴ്സ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഡയറ്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരാഴ്ചേൻ്റെ അപ്പുറത്തോട്ട് എൻ്റെ ഒരു ഡയറ്റും മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അങ്ങനെ ചെയ്ത് അവസാനം ഉണ്ടല്ലോ, ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ പട്ടിണി കിടക്കലല്ല, അല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ വല്ലാതെ പുഷ് ചെയ്യുന്ന ഒരു പരിപാടിയല്ല. ഇതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി തന്നെ വ്യത്യസ്തമാണ്. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു നല്ല മൈൻഡ് സെറ്റാണ്. അങ്ങനെയുള്ള കുറച്ച് റിയലൈസേഷൻ ഉണ്ടായപ്പോഴാണ് എനിക്ക് ഈ ജേർണി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാനും, എന്താ പറയുക, ഞാൻ ആഗ്രഹിച്ചതിൻ്റെ അപ്പുറത്തെ ഒരു റിസൾട്ട്. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരിക്കലും സ്വപ്നത്തെ പോലും ഒരു 5 കിലോ എന്നെ കൊണ്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ ഇന്നിവിടെ 23 kgs വെയിറ്റ് കുറച്ചു എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റാത്ത സംഭവം തന്നെയാണ്. സോ അതിന് എന്നെ സഹായിച്ച കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഫെയിൽ ആയ ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു ശരിയായ രീതി എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോ എനിക്ക് ഉറപ്പുണ്ട് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആകുമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് അധികം വൈകിക്കേണ്ട, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. ത്രൂ ഔട്ട് ദ വെയിറ്റ് ലോസ് ജേർണി, അതായത് ആദ്യം തൊട്ട് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയം വരെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. അതായത് എന്നും എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത സംഭവമാണ്. ഒന്നും വേണ്ട, ചെറുതായിട്ട് ഒരു മീൻ പൊരിക്കുന്നതിൻ്റെ സ്മെല്ലടിച്ചാൽ മതി, അവിടെ തീർന്നു നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി. അപ്പോൾ ആ ഒരു സമയത്ത് ചില കാര്യങ്ങൾ, ചില സ്ട്രാറ്റജീസ് നമ്മൾ പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഓവർകം ചെയ്ത് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി എവിടെ നിർത്തിയോ അവിടെ തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. അതിന് സഹായിക്കുന്ന ചില പ്രാക്ടിക്കൽ ടിപ്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ വെയിറ്റ് ലോസ് ജേർണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാം. സോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മുടെ ഐഡിയൽ വെയിറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് അസ്യൂം ചെയ്യാം നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് കുറയ്ക്കേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 20 കിലോ ആണെന്നുള്ള കാര്യം ഒന്ന് അസ്യൂം ചെയ്യാം. സോ മൊത്തമായിട്ട് ഞാൻ കുറയ്ക്കേണ്ടത് എൻ്റെ ഒരു 20 കിലോയാണ്. ഇവിടെ നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ എനിക്ക് 20 കിലോ കുറയ്ക്കണം എന്നൊരു വലിയൊരു ഗോൾ എടുത്ത് നമ്മൾ തലയിലോട്ട് വെച്ച് അത്രയും വലിയൊരു ഭാരം നമ്മൾ തലയിലേക്ക് വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല കേട്ടോ. അതായത് എൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് 20 കിലോ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞു ഗോൾ, അതായത് എൻ്റെ വലിയ ഗോളിനെ ഞാൻ കുഞ്ഞു ഗോളായിട്ടാണ് ഇപ്പോൾ ആദ്യം സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഈ ഔട്ട് ഓഫ് 20 കിലോയിൽ നിന്ന് എൻ്റെ ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് 4 കിലോ കുറയ്ക്കുക എന്നുള്ളതാണ്. സോ ഇപ്പം നിങ്ങൾ ആ 20 കിലോൻ്റെ വിഷയം അവിടെ അങ്ങ് മറന്നേരെ. എന്നിട്ട് നമ്മുടെ ഗോൾ എന്താണ്? 4 കിലോ. ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ ഡയറ്റും നിങ്ങളുടെ വർക്കൗട്ടും നിങ്ങളുടെ എല്ലാ അധ്വാനവും ഈ 4 കിലോ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ 20 കിലോ കുറയ്ക്കണം എന്നുള്ള ഒരു ടാർഗറ്റിനെ പറ്റി ഓർക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റും 4 കിലോ കുറയ്ക്കണം എന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഉള്ള മൈൻഡ് സെറ്റും രണ്ടല്ലേ? ഈ 4 കിലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോസിബിൾ ആയിട്ട് തോന്നും. കുറച്ചൊരു തൊട്ടടുത്തുള്ളൊരു ദൂരമാണ്. അതായത് ഒരുപാട് അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക്
കമ്പാരിറ്റീവ്ലി എനിക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളായിട്ട് തോന്നില്ലേ? അതേസമയം ഒരു 20 കിലോനെ പറ്റി ആലോചിക്കുമ്പം ഇതെന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നതിനേക്കാൾ ഉപരി നമുക്ക് ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്നല്ലേ നമ്മൾ ചിന്തിക്കുക. ഇപ്പം നിങ്ങൾക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള, അതായത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളൊരു ഗോൾ സെറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഈ 4 കിലോ നിങ്ങൾ എപ്പോഴാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്? ഒരാഴ്ചയിൽ 4 കിലോ എന്നൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, അത് പോസിബിൾ ആണോ? അല്ല. അങ്ങനെ 4 കിലോ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും, പക്ഷെ പട്ടിണി കിടക്കണമെന്ന് മാത്രം അൺഹെൽത്തി ആയിട്ടാണെങ്കിൽ 4 അല്ല 6 കിലോ വേണേലും കുറയ്ക്കാൻ പറ്റും. സോ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് വളരെ ഹെൽത്തി ആയിട്ടും ലോങ് ടേമിലേക്കും, അതായത് ഈ വെയിറ്റ് എല്ലാം കുറച്ചതിന് ശേഷം സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ഈ പോയ വെയിറ്റ് എല്ലാം തിരിച്ചു വരുന്ന ഒരു സംഭവം നമുക്ക് വേണ്ട. കാരണം അത്രയും എഫേർട്ടും നമ്മുടെ ടൈം ഒക്കെ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 4 കിലോ വെയിറ്റ് ഞാൻ 1 മാസം കൊണ്ട് കുറയ്ക്കും എന്ന ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ചെറിയൊരു ഗോള്, അതായത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നെനിക്ക് ഉറപ്പുള്ളൊരു ഗോള് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. അത് എഴുതി വെക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ സേവ് ചെയ്ത് വെക്കുക. അതാണ് നിങ്ങളുടെ ടാർഗറ്റ്. ഇപ്പം നമ്മൾ നമ്മുടെ റിയലിസ്റ്റിക് ഗോള് സെറ്റ് ചെയ്ത് വെച്ചില്ലേ? ഇനി നമ്മൾ അടുത്തായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഫൈൻഡ് യുവർ വൈ. ആ വൈ എന്നുള്ള സംഭവത്തിലാണ് ബാക്കിയെല്ലാം കിടക്കുന്നത് കേട്ടോ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നത്? അതിപ്പം എൻ്റെ കൂട്ടുകാരി വെയിറ്റ് കുറച്ചു അതുകൊണ്ട് ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നു എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ എത്താൻ പോകുന്നില്ല. കാരണം അത് അത്ര ഒരു വാലിഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഉള്ളിന്ന് വരുന്ന ഒരു റീസൺ ഒന്നും അല്ല. അപ്പം നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ വെയിറ്റ് കുറയ്ക്കുന്നത്? ഒന്നെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരിക്കാം, അല്ലേ? പിന്നെ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുള്ളതാണ്, ഇപ്പം എനിക്ക് PCOD PCOS ഒക്കെ ഉണ്ട്, ഞാൻ എന്താ പറയുക പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പം അതിന് ഡോക്ടർ എന്നോട് പറഞ്ഞു വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ. അതൊരു വാലിഡ് റീസൺ ആണ്. അപ്പം നമുക്കൊരു ഗോൾ ഉണ്ട് അവിടെ, എനിക്ക് പ്രഗ്നൻ്റ് ആവണം, എനിക്കൊരു അമ്മയാവണം, അതിന് എൻ്റെ വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ. ആ ഒരു റീസൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ആണ്. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ചെയ്യാൻ പറ്റണം. മറ്റാർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതായത് ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ ഭാരം ഉണ്ടായിരുന്ന സമയത്ത്, അതായത് ഒരു 83 കിലോ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഫോട്ടോസിനെ പോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു. എന്തിന്? കണ്ണാടി നോക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം എനിക്ക് തന്നെ എന്നെ ഇഷ്ടമല്ല, എന്നെ അങ്ങനെ കാണാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം എൻ്റെ 7 അയലക്കത്തു കൂടെ പോലും പോയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട് ഒത്തിരി പേരുണ്ട്, അല്ലേ? നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മുടെ റീസൺ, എൻ്റെ സെൽഫ് കോൺഫിഡൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ഡീമോട്ടിവേറ്റഡ് ആണ്. എനിക്ക് ഫാമിലിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനോ, ഇല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരുമ്പോൾ ഫേസ് ചെയ്യാനോ, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ്, കോളേജ് മേറ്റ്, സ്കൂൾ മേറ്റ്സിൻ്റെ കൂടെയൊക്കെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനോ ഒന്നിനുള്ള കോൺഫിഡൻസ് എനിക്കില്ല. കാരണം എനിക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള എന്നെ എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഈ ഒരു അവസ്ഥ നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ എന്തിനു വേണ്ടി വെയിറ്റ് കുറയ്ക്കണം എന്ന ആ ഒരു റീസൺ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ ഒരു റീസൺ ആണ് നമ്മൾ വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് വെക്കാനും നമുക്ക് വേണ്ട എനർജിയും തരുന്നത്. ആ ഒരു റീസൺ ആണ്. സോ ആദ്യം നിങ്ങൾ ആ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുക. കാരണം ആ ഒരു റീസൺ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ നിങ്ങൾക്ക് വേണ്ട എനർജി തരാൻ പോകുന്നത്. സോ ഫൈൻഡ് യുവർ വൈ. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഫോക്കസ് ഓൺ നോൺ സ്കെയിൽ വിക്ടറീസ്. ഈ നോൺ സ്കെയിൽ വിക്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏറ്റവും കൂടുതൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ളത് എപ്പോഴാണ്? എനിക്ക് ഉറപ്പുണ്ട് ഒരു 99% ആൾക്കാരും ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ വെയിങ് സ്കെയില് വെയിറ്റ് കുറച്ച് കാണിക്കാതെ വരുന്ന സമയത്ത്. അതായത് എല്ലാ എഫേർട്ട് ഇടുന്നുണ്ട്, പട്ടിണി കിടക്കുന്നുണ്ട്, വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ടും വെയിങ് സ്കെയില് വെയിറ്റ് കുറയുന്നില്ല. ആ ഒരു സമയത്താണ് നമ്മളെല്ലാവരും, ഈ ഞാനടക്കം, ഏറ്റവും കൂടുതൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഈ വെയിറ്റ് ലോസ് ജേർണീനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ശരിയല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് ഈ വെയിങ് സ്കെയിലിൽ വെയിറ്റ് കുറഞ്ഞാൽ മാത്രമേ ഞാനൊരു ഹെൽത്തിയർ വേർഷനിലേക്ക് എത്തുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അത് തെറ്റായ ഒരു കാര്യമാണ്. നമ്മുടെ വെയിങ് സ്കെയിലിൽ വെയിറ്റിന് മാറ്റമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇഞ്ച് ലോസസ് ഉണ്ടാവുന്നുണ്ടാവും. അത് നമ്മുടെ വയറിന് ചുറ്റും, നമ്മുടെ കൈക്ക്, നമ്മുടെ ഓവറോൾ ബോഡീൻ്റെ ഇഞ്ച് ലോസ് ഉണ്ടാവുന്നുണ്ടാവും. അതായത് സൈസിൽ ഡിഫറൻസ് വരുന്നുണ്ടാവും. അത് നമ്മൾ എപ്പോഴാണ് മനസ്സിലാവാന്നറിയോ? ഒന്നെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മെഷർ ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാലത്ത് ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഇപ്പം നല്ല ഈസി ആയിട്ട്, അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് മാറുന്നൊരു അവസ്ഥ ഉണ്ടാവും. അപ്പോഴാണ് മനസ്സിലാവുക നമുക്ക് ഇഞ്ച് ലോസ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം. ഇഞ്ച് ലോസ് ഉണ്ടാവുന്ന മാത്രമല്ല, നമ്മുടെ എനർജി ലെവലിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പണ്ടത്തേക്കാൾ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. പണ്ട് നമുക്ക് ഭയങ്കര എപ്പോഴും ഒരു ക്ഷീണം, എപ്പോഴും ഒരു തളർച്ച, എല്ലാത്തിനോടും മടി, വളരെ ഇന്നാക്റ്റീവ് ആയിട്ടുണ്ടായിരുന്ന നമ്മൾ പെട്ടെന്ന് നമ്മുടെ എനർജി ലെവലിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വളരെ ആക്റ്റീവ് ആയിരിക്കും, വളരെ ഹാപ്പി ആയിരിക്കും, നമ്മുടെ മൂഡ് മാറും, നമ്മുടെ എനർജി ലെവൽ മാറും.
നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവും, നമ്മൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആകും. ഇതെല്ലാം നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി നല്ല രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണ്, എനിക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വേറെ മാറ്റങ്ങളൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യണം. ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുക, ഹെൽത്തി ആയിട്ടിരിക്കുക, ഫിറ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് വെയിങ് സ്കെയിലുള്ള ജസ്റ്റ് നമ്പേഴ്സ് മാത്രമല്ല, അതിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? വിഷ്വലൈസ് സക്സസ്. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയി നല്ല ഫിറ്റ് ആയതിനു ശേഷം നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് എപ്പോഴും വിഷ്വലൈസ് ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ എനർജറ്റിക് ആയിട്ടിരിക്കണം, അതാണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്, ഞാനൊരു 10 കിലോ എൻ്റെ വെയിറ്റ് കുറച്ച് കഴിയുമ്പം ഞാൻ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും. ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും ഇറിറ്റേറ്റഡ് ആണ്, ലോ ആണ്. ഒരു 10 കിലോ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എപ്പോഴും വളരെ ഹാപ്പി ആയിട്ടിരിക്കും, എന്നെക്കൂടെ ഒരുപാട് കാര്യങ്ങൾ ഓടിച്ചാടി നടന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. അതേപോലെ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ആവശ്യം, ഈ വെയിറ്റ് ലോസ് ജേർണി കൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയതിനു ശേഷം നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നതൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിക്കേ. ഉറപ്പായിട്ടും ഈ ജേർണി നല്ല രീതിയിൽ പോകാനുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. നിങ്ങളെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ നിങ്ങളുടെ സക്സസ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ടും ഒരു ദിവസം നിങ്ങൾ അവിടെ എത്തും. ഞാൻ എത്തിയില്ലേ, നിങ്ങൾ ഉറപ്പായിട്ടും എത്തിയിരിക്കും. ഇനി ഈ ജേർണിയിൽ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കുക. പ്രാക്ടീസ് സെൽഫ് ലവ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ ഒരുപാട് പേര് ബോഡി ഷെയ്മിങ് ചെയ്യുന്നുണ്ടാവില്ലേ? എന്തിന് സ്വന്തം ഭർത്താവിൻ്റെ അടുത്തു നിന്ന് വരെ ഇത് ഫേസ് ചെയ്യുന്നവരുണ്ടാവില്ലേ? അല്ലെങ്കിൽ സ്വന്തം ഭാര്യേൻ്റെ അടുത്തു നിന്ന് ഇത് ഫേസ് ചെയ്യുന്നവരുണ്ടാവില്ലേ? ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് കുത്തുവാക്കുകളിൽ കൂടെ പറയുന്നത് മാത്രമല്ല കേട്ടോ. ചിലരത് വളരെ നൈസായിട്ട് വളരെ പോളിഷ് ചെയ്ത് തേനും പാലും ഒക്കെ ചാലിച്ചും പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറെ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നേരിട്ട് വന്നിട്ട് അയ്യേ നിന്നെ കാണാൻ എന്തുവാ ഇങ്ങനെ ഇരിക്കുന്നത് പറയാനുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് വേണേൽ കുറച്ച് പോളിഷ് ആയിട്ട് നല്ല രീതിയിൽ പറയാൻ പറ്റൂ കേട്ടോ. ഇങ്ങനെ ഒരുപാട് ബോഡി ഷെയ്മിംഗ് ഒന്നും കിട്ടണമെന്ന് ആവശ്യമില്ല. ഒരെണ്ണം കിട്ടിയാൽ മതി നമ്മളൊന്ന് ലോ ആയിട്ട് ഫീൽ ആവാനും നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നശിക്കാനൊക്കെ ആയിട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് ഫേസ് ചെയ്തിട്ടുള്ള എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് വല്ലാതെ നമ്മൾ സ്വാഭാവികമായിട്ടും, കാരണം നമ്മൾ അത്രയും വലിയൊരു ഫേസിൽ കൂടെ കടന്നു പോയതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അത് മനസ്സിലാക്കാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ്. കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവില്ല, കുറച്ച് പേരല്ല, എനിക്ക് ഉറപ്പുണ്ട് കൂടുതൽ പേരും ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് ഫേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയൊരു സംഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു, എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ ബോഡി റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് വേണ്ട ലവും കെയറും അല്ല നമ്മുടെ ചുറ്റുമുള്ളവർ തരേണ്ടത്. പക്ഷെ എത്രയോ കുടുംബങ്ങളിൽ നടക്കുന്ന എന്താണ്, നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മളെ ബോഡി ഷെയ്മിങ് ചെയ്യും അല്ലേ? അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പം സ്വാഭാവികമായിട്ടും ഒരാള് ലോ ആവുന്നതിൽ ഒരു അതിശയവും ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താ അറിയോ, ആ ഒരു സമയത്ത്, അതായത് നമ്മളെ മറ്റുള്ളവരെല്ലാവരും താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാനായിട്ട് സഹായിക്കേണ്ടതാരാ? വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. ആ ഒരു സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതായത് നമ്മൾ നമ്മുടെ ഈ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് കുറേ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങളോട് വളരെ കൈൻഡ് ആയിട്ടിരിക്കുക. എന്തൊക്കെ സംഭവിച്ചാലും ഭക്ഷണം കഴിക്കരുത്. ഇന്നിപ്പോൾ പീരിയഡ്സ് ആണോ, അതൊന്നും കാര്യമാക്കണ്ട, എങ്ങനെയും ഹെവി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് വയ്യാകിയുണ്ടോ, കാലുവേദനയാണോ കൈവേദനയാണോ, ഒന്നും കാര്യമാക്കണ്ട, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നന്നായിട്ട് ഫിസിക്കലി ആക്റ്റീവായിട്ടിരിക്കുക. എന്തെല്ലാം കൊതി തോന്നിയിട്ടുണ്ടെങ്കിലും, എന്ത് ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ നമുക്ക് ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിലും അതൊന്നും ചെയ്യരുത്, പട്ടിണി കിടക്കുക. ഇപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു, ആ ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കും, അതുകൊണ്ട് ഞാൻ അതിന് പോകുന്നില്ല. അങ്ങനെ എല്ലാത്തിൽ നിന്നും ഒതുങ്ങി മാറി നിന്ന് നമ്മുടെ ബോഡീനെ തന്നെ നമ്മൾ ഒരുപാട് പുഷ് ചെയ്യില്ലേ, അത് ചെയ്യരുത്. ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് ഇതേപോലെ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരും, പക്ഷെ അത് എന്നേക്കുമായിട്ട് നിലനിൽക്കത്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പീരിയഡ്സ് ആയി എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ ബോഡീനെ ഒരുപാട് പുഷ് ചെയ്യാതിരിക്കുക. ഓൾറെഡി നമ്മൾ വീക്ക് ആയിരിക്കും പീരിയഡ്സിൻ്റെ സമയത്ത്, ഭയങ്കര പീരിയഡ്സ് ക്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. ഇതിൻ്റെ മേലെ നിങ്ങൾ ഡയറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലും ബോഡീനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക. അതേപോലെ എന്തെങ്കിലും ഒരു വയ്യായിക വന്നു, ഒരു പനിയോ ജലദോഷമോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് റെസ്റ്റ് കൊടുക്കുക. അല്ലാതെ ഏത് സാഹചര്യത്തിലും എനിക്കൊരു വെയിറ്റ് ലോസ് ജേർണിയിലാണ് ഞാനുള്ളത്,
എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളതൊക്കെ നമ്മുടെ കോൺഫിഡൻസോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അതിനോടുള്ള ഡെഡിക്കേഷനോ ഒന്നുമല്ല. നമ്മളെ തന്നെ ഒരു വലിയ ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം മാത്രമാണ്. സോ ആ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഈ ജേർണീൻ്റെ ഇടയ്ക്ക് ഒരു ലഡു കഴിച്ചെന്ന് വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കഴിച്ചെന്ന് വെച്ചിട്ടോ അവിടെ നിങ്ങൾ അങ്ങ് ഇല്ലാതായി പോകുമോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി അവിടെ ബ്രേക്കായി ഇപ്പം ഇനി എന്നെ കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തോന്നലുകളൊക്കെ അതൊക്കെ അങ്ങ് മറന്നേക്കാം. എന്നിട്ട് നമ്മളോട് കുറച്ചുകൂടി കൈൻഡ് ആയിട്ടിരിക്കുക ആൻഡ് ലിസൺ ടു യുവർ ബോഡി. അങ്ങനെ ഏതൊരു സാഹചര്യത്തിലും മറ്റുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോലും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളായിട്ട് മാറുക. ബി കൈൻഡ് ടു യുവർ സെൽഫ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ലാസ്റ്റ് പോയിന്റ് എന്താണെന്നറിയോ? നമ്മുടെ ചുറ്റും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. മിക്കപ്പോഴും അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും നമുക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടായേ തീരത്തുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിലുള്ളവരുടെ സപ്പോർട്ടെങ്കിലും. നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ വണ്ണം കുറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മുടെ പാരൻസിനെങ്കിലും നോക്കി നിൽക്കാൻ പറ്റാത്ത കാര്യമാണ്. നീ ഇങ്ങനെ ക്ഷീണിച്ചല്ലോ, നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് വല്ലതും സംഭവിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. കാരണം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെ വണ്ണം കുറച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ ക്ഷീണിച്ചു എന്ന് പറയുന്നവരാണ് നമ്മുടെ പാരൻസ്. കുറ്റം പറയുന്നതല്ല കേട്ടോ, പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് ഞാൻ ഇങ്ങനെയുള്ളപ്പം എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അപ്പം എനിക്ക് ഹെൽത്തി ആയേ പറ്റുള്ളൂ, എനിക്ക് ഫിറ്റ് ആയിട്ടുണ്ടേ പറ്റുള്ളൂ, അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണെന്ന് പറയാം. കാരണം നമ്മളെ എൻകറേജ് ചെയ്യാനും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും നമ്മുടെ ചുറ്റും കുറച്ച് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ഈ ജേർണി കുറച്ചുകൂടെ എളുപ്പമായിട്ട് കിട്ടും. നിങ്ങളുടെ ഇതേപോലെ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അതായത് നമ്മുടെ സെയിം പ്രായത്തിലുള്ളവരോ ഒക്കെ ഉണ്ടാവില്ലേ, അവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നമുക്കിത് ഒരുമിച്ച് അങ്ങ് ചെയ്താലോ, ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് മാതിരി നമുക്ക് ചെയ്താലോ എന്ന് അവരോടൊന്ന് സംസാരിക്കാം. എന്താണെന്നറിയോ, ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ കസിൻസിനോട് സംസാരിച്ച് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതായത് വെയിറ്റ് ലോസ് ചാലഞ്ച് എന്ന് തന്നെ പേരിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോഴും ആക്റ്റീവാണ്. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഡെയിലി ഞങ്ങളുടെ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് അതിൽ പോസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പം ഭയങ്കര മോട്ടിവേഷനാണ്. ഇപ്പം ഞാനൊന്ന് സ്ലോ ഡൗൺ ആകുമ്പോഴും എൻ്റെ കസിൻ നന്നായിട്ട് ചെയ്യുമ്പോൾ എനിക്കതൊരു മോട്ടിവേഷനാണ്. ഓക്കെ, എനിക്കും നാളെ ഇതേപോലെ ബെറ്റർ ആയിട്ട് വേണം, എനിക്കും നാളെ ഇതിനെ കഴിഞ്ഞൊരു ബെറ്റർ റിസൾട്ട് വേണം. അതേപോലെ തന്നെയാണ് അവർക്കും. ഞാൻ നന്നായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ അവർക്കും ഒരു മോട്ടിവേഷനാണ്. അങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്തും ഇൻസ്പയർ ചെയ്തിട്ടും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒരു സപ്പോർട്ട് സിസ്റ്റം, ഇതേപോലെ ഒരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളൊന്ന് ഈ ട്രാക്കിൽ നിന്ന് വഴുതുമാറി പോകുമ്പോഴോ നമ്മളൊന്ന് ഡീമോട്ടിവേറ്റഡ് ആയി പോകുമ്പോഴോ അവരോടൊന്ന് സംസാരിച്ചാൽ മതി, അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തോളും. സോ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ സെൽഫ് ലവ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലവ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ ഒന്ന് കൈപിടിച്ചുയർത്താനും നമ്മൾ മാത്രം വിചാരിച്ചാലും മതി. ഓൾ റൈറ്റ്, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് ആണോ, അതൊന്ന് കറക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ബാക്കിയൊക്കെ നല്ല പുഷ്പം പോലെ നടക്കുന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ എങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും കേട്ടോ. ആദ്യം മൈൻഡ് സെറ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ ഇതിലും വലിയത് ഫേസ് ചെയ്തിട്ടുള്ളവരല്ലേ നമ്മൾ. അതൊക്കെ ഓവർകം ചെയ്ത് വന്ന നമുക്കാണ് ഒരു വെയിറ്റ് ലോസ് ജേർണി. അങ്ങനെ അതിന് വളരെ സില്ലി ആയിട്ട് അങ്ങ് കണ്ടു തുടങ്ങുക, കാര്യങ്ങളൊക്കെ എളുപ്പമാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് അശ്വതി രജത് സൈനിങ് ഔട്ട്. ടാറ്റ.